18ാം ലോക്സഭയിലെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. കഴിഞ്ഞ സ്പീക്കർ ഓം ബിർളയെ തന്നെയാണ് ബി.ജെ.പി. സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. എൻ.ഡി.എ സഖ്യകക്ഷികളും അത് അംഗീകരിച്ചു. കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. എന്നാൽ തങ്ങളുമായി ചർച്ച ചെയ്യാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് തൃണമൂൽ കോൺഗ്രസ് പരാതിപ്പെട്ടു. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, നിർണായകമായ ഒരു ദിവസമാണ് ലോക്സഭയിൽ ഇന്ന്. അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എങ്കിൽ പോലും ഒരു മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിക്കാൻ സാധിച്ചത് ഇന്ത്യ സഖ്യത്തിന് നേട്ടമാണ്. രഞ്ജിത്ത്, സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. പതിവില്ലാതെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നു എന്നാണ് പ്രത്യേകത. ഏതായാലും പിന്മാറ്റമില്ല എന്ന് ഇന്ത്യ സഖ്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 11 മണിക്കാണ് സഭ ചേരുക. നിലവിലെ സാഹചര്യത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ഓം ബിർള സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എൻ.ഡി.എക്ക് 293 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഒപ്പം മറ്റു ചില പാർട്ടികളുടെ പിന്തുണയോടുകൂടി ലഭിച്ചേക്കാം ഓം ബിർളയ്ക്ക്. പ്രത്യേകിച്ച് വൈ.എസ്.ആർ കോൺഗ്രസ് 4 അംഗങ്ങളുള്ള പാർട്ടിയാണ്. വൈ.എസ്.ആർ കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡി എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 300-നടുത്ത അംഗങ്ങളുടെ പിന്തുണ എൻ.ഡി.എക്ക് ലഭിച്ചേക്കാം. ഇന്ത്യ സഖ്യത്തിൽ 236 അംഗങ്ങളാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. ഏതായാലും ഈ അംഗങ്ങളെയൊക്കെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് കൂടിയാലോചിച്ചില്ല എന്നൊരു പരാതി ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് കോൺഗ്രസ് പറയുന്ന കാരണം ഏറെ വൈകി മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുമൊരു അറിയിപ്പ് ലഭിച്ചത്. അതായത് രാവിലെ ചർച്ച നടത്തിയ ശേഷം രാജ്നാഥ് സിംഗ് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ. പിന്നീട് 11:30-ക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചത്. അപ്പോൾ ആ സമയം സഭയിലുണ്ടായിരുന്ന നേതാക്കളൊക്കെ തന്നെയായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. NCP, ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗം, ശിവസേന തുടങ്ങിയ നേതാക്കളുമൊക്കെ തന്നെ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആ ഘട്ടത്തിൽ അവിടെ പാർട്ടി മീറ്റിംഗിലായിരുന്നു. അതുകൊണ്ട് തന്നെ നേതാക്കളെ കാണാൻ സാധിച്ചില്ല എന്നൊരു വിശദീകരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ സഖ്യം വോട്ടെടുപ്പ് നടന്നാൽ തൃണമൂലിന്റെ അടക്കമുള്ള അവരുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷ ഏതായാലും കൊടിക്കുന്നിൽ സുരേഷ് അടക്കം ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജയിക്കില്ല എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും സർക്കാരിന് മുന്നിൽ ഏകപക്ഷീയമായി കീഴടങ്ങില്ല എന്ന സന്ദേശം നൽകുകയാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ. പ്രത്യേകിച്ച് പ്രോട്ടം സ്പീക്കറുടെ കാര്യത്തിൽ ആദ്യം കീഴ്വഴക്കങ്ങൾ പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും സമാനമായ രീതിയിൽ പ്രതിപക്ഷം നൽകുന്നതാണ് പതിവ്. പക്ഷേ മോദി സർക്കാരിന്റെ കാലത്ത് അതുണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മത്സരത്തിന് ഏതായാലും കളമൊരുങ്ങുന്നത്. 11 മണിക്കാണ് ഇന്ന് സഭ സമ്മേളിക്കുമ്പോഴാണ് പ്രോട്ടം സ്പീക്കറുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. രഞ്ജിത്ത്, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.